ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയുള്ള തീയതികളിലായി 3 മാസക്കാലവും 27 ദിവസവും സമയമെടുത്ത് 68 ഘട്ടങ്ങളിലായി ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. അന്ന് ഇന്ത്യയിലെ ആകെ ജനസംഖ്യ ഏകദേശം 36.5 കോടിയാണ്. അതിൽ 17,33,00,000 പേരാണ് സമ്മതിദാനാവകാശം നേടിയത്. അതിൽ തന്നെ 13 കോടിയോളം പേർ താൻ വോട്ട് ചെയ്യാൻ പോകുന്ന സ്ഥാനാർത്ഥിയുടെ പേരെന്താണ് എന്നുള്ളത് പോലും വായിച്ച് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത നിരക്ഷരരായിരുന്നു. ഈ രാജ്യത്ത് പട്ടിണി മരണങ്ങളും സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യം മാത്രമായിരുന്നു. വിഭജനത്തിന്റെ മുറിവുകൾ ഇവിടെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇത്രയേറെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇംഗ്ലണ്ടിലെ സതാംപ്ടണിൽ നിന്നും ന്യൂയോർക്കിലേക്ക് യാത്ര തിരിച്ച ടൈറ്റാനിക് കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മഞ്ഞുമലയിൽ ഇടിച്ച് തകർന്ന് തരിപ്പണമായതുപോലെ ഒരൊറ്റ പൊതു തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ത്യ മഹാരാജ്യം തകർന്ന് തരിപ്പണമാകുമെന്ന് വിധിയെഴുതിയവർക്ക് മുൻപിൽ അത്ഭുതകരമായി ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കാളവണ്ടികളിലും തോണികളിലും തീവണ്ടികളിലും സഞ്ചരിച്ച് ബാലറ്റ് പെട്ടികളും തൂക്കിപ്പിടിച്ച് ദിവസങ്ങളോളം നടന്ന് ഇന്ത്യയുടെ മുക്കിലും മൂലയിലുമെത്തി ചെങ്കുത്തായ മലകളും കുന്നുകളും കയറി ഇറങ്ങി പുഴകൾ നീന്തിക്കടന്ന് കൊടും കാടുകൾ കടന്ന് ഒറ്റപ്പെട്ട തുരുത്തുകളിലുണ്ടായിരുന്ന ആദിവാസി ഊരുകളിൽ വരെ പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ടാക്കി 7 ലക്ഷത്തോളം വരുന്ന പോളിംഗ് ഓഫീസർമാരും 16,000-ഓളം വരുന്ന ക്ലർക്കുമാരും 3.5 ലക്ഷത്തോളം പോലീസുകാരും ചേർന്ന് ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് വിജയകരമായി നടത്തി. 45% വോട്ടുകളും 368 സീറ്റുകളും നേടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായി. അവിടെ നിന്നിങ്ങോട്ട് കഴിഞ്ഞ 74 കൊല്ലത്തെ ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരിക്കൽ പോലും ഇലക്ഷൻ കമ്മീഷൻ ചോറുഹേ എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവിലിറങ്ങേണ്ട ഗതികേട് ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ടായിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തേണ്ട സാഹചര്യം ഈ രാജ്യത്തുണ്ടായിട്ടില്ല. ഇന്ത്യ മാറി മാറി ഭരിച്ച കക്ഷികളുടെ ഘടകകക്ഷികളായി ഒരിക്കലും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അധപ്പതിച്ചു പോയിട്ടില്ല. ഇലക്ഷൻ കമ്മീഷന് നേരെ വന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാനോ ന്യായീകരിക്കാനോ ഇലക്ഷൻ കമ്മീഷന് ഇവിടെ ഒരു പത്രസമ്മേളനം വിളിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic എന്ന് തുടങ്ങുന്ന ഡോക്ടർ BR അംബേദ്കർ ഉൾപ്പെടെ പരിണിതപ്രജ്ഞരായ 299 പേർ അംഗങ്ങളായിരുന്ന ഭരണഘടനാ നിർമ്മാണ സഭ 2 കൊല്ലവും 11 മാസവും 18 ദിവസവും നടത്തിയ നിരന്തരമായ ചർച്ചകൾക്കും തർക്കവിതർക്കങ്ങൾക്കും ഒടുവിൽ 1949 നവംബർ മാസം 26-ാം തീയതി നമ്മളാൽ എഴുതപ്പെട്ട് നമുക്ക് തന്നെ സമർപ്പിക്കപ്പെട്ട് 1950 ജനുവരി മാസം 26-ാം തീയതി നിലവിൽ വന്ന ഈ ലോകത്തിലെ തന്നെ ഏറ്റവും സുശക്തമായ ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്ത ഭീഷണികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഈ കാലഘട്ടത്തെ നമുക്ക് അതിജീവിച്ചേ മതിയാകൂ.